കൊടുത്തു അൻതലിദൽ അമതു റബ്ബതഹാ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ അടയാളം, പ്രധാനപ്പെട്ട 10 അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾക്കടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ അടയാളം അൻതലിദൽ അമതു റബ്ബതഹാ. കാര്യങ്ങളൊക്കെ കീഴായി മറിയലാണ്. പഴയകാലത്തുള്ളതിന്റെ നേരെ വിപരീതമായി കാര്യങ്ങൾ നീങ്ങലാണ്. മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവീകര് എന്തെല്ലാം നമുക്ക് കാണിച്ചു തന്നിരുന്നുവോ, നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നുവോ, നമുക്ക് പകർന്നു തന്നിരുന്നുവോ, അതിന് നേരെ വിപരീതമായി കാര്യങ്ങൾ കൈയാളാൻ തുടങ്ങിയാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ അടയാളമാണ്. നിങ്ങൾ ഓർത്തു നോക്കി, എല്ലാ കാര്യങ്ങളും വിപരീതം, എല്ലാ കാര്യങ്ങൾക്കും വലിയ മാറ്റങ്ങള്. അതാണ് പഴയകാലത്ത് മാതാപിതാക്കൾ പറയുന്നത് മക്കൾ അനുസരിക്കുക. ഇന്ന് മക്കള് പറയുന്നത് മാതാപിതാക്കൾ അനുസരിക്കുക. ആ രൂപത്തിലല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്. മാതാപിതാക്കളെ മക്കൾ നോക്കുന്നതിന് പകരം, അവർക്ക് ഖിദ്മ ചെയ്യുന്നതിന് പകരം, അവർക്ക് ശുശ്രൂഷകൾ ചെയ്യുന്നതിന് പകരം മാതാപിതാക്കൾക്ക് ജോലി എന്താ? അവരെ മക്കളെ ശുശ്രൂഷിക്കലും മക്കളെ ശുശ്രൂഷിക്കലും, അവർ സ്കൂളിലേക്ക് വിടലും, അവരുടെ മക്കളെ നോക്കലും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളെ കൊണ്ട് പണിയെടുപ്പിച്ച് മാതാപിതാക്കളെ നമ്മൾ ഭരിക്കുന്ന ഒരവസ്ഥയാണ്. അതല്ലേ നടന്നു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവനവന്റെ മാതാപിതാക്കളെ എത്ര കണ്ടാണ് നമ്മൾ ഈ കഴിത്തുന്നത്, നിസ്സാരപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ പടച്ച റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നതിനോട് തുല്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. പ്രായമുള്ള ഉമ്മയെയോ ഉപ്പയെയോ നിനക്ക് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ അത്? ഏത് വീട്ടിലുണ്ടാകുന്ന ബറക്കത്തുണ്ടാവാനുള്ള 5 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് പ്രായമുള്ള ഒരു വീട്ടിലുണ്ടാവുക എന്നത്. പ്രായമുള്ളവർ വീട്ടിലുണ്ടാകുന്നത് അത് വീട്ടിലൊരു ബറക്കത്താണ്. നമ്മുടെ ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് ബറക്കത്തില്ലാത്തതിന്റെ പേരില് പല ആളുകളുടെ അടുത്തും ചെന്ന് പല ചികിത്സാരികളരികിലും ചെന്നിട്ട് പലതും ചെയ്തു കൊയ്യുകയാണ്. അതിനുവേണ്ടി അന്ധവിശ്വാസങ്ങളാണ്. അതേ സമയത്ത് മുത്തുനബി പറഞ്ഞു, വീട്ടിലെ ബറക്കത്ത് അതേ നന്നായിട്ട് തീ കത്തിക്കുന്ന, വിറക് വെച്ച് തീ കത്തിക്കുന്ന അടുപ്പ് ഒരു വീട്ടില് ബറക്കത്താണ്. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും അങ്ങനെയുണ്ടോ? വിറക് വെച്ചുകൊണ്ട് കത്തിക്കുന്ന അടുപ്പില്ലാത്ത വീടെത്രയുണ്ട്? അതുപോലെ പെട്ടെന്ന് ഒരതി കത്തിക്കാൻ പറ്റുന്ന ഒരു തീപ്പെട്ടി, അത് ഒരു വീട്ടില് ബറക്കത്താണ്. പെട്ടെന്ന് കത്തിപ്പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു കത്തുന്ന വിളക്ക് ഒരു വീട്ടില് ബറക്കത്താണ്. ഒരു കോഴി ഒരു വീട്ടില് ബറക്കത്താണ്. പ്രായമുള്ളവര് വീട്ടില് ബറക്കത്താണ്. ഇത്തരം ബറക്കത്തിന് വേണ്ടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച എന്തൊക്കെയാ നമ്മുടെ വീട്ടിൽ നിന്ന് ഉള്ളത് എന്ന് എത്രത്തോളം നമ്മുടെ പ്രായമുള്ള ഉമ്മയെയോ ഉപ്പയെയോ നമ്മുടെ വീടുകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വൃദ്ധസദനങ്ങളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അവരെ കൊണ്ടുപോയിട്ട് തള്ളുകയാ. വിശുദ്ധ ഖുർആൻ പറയുന്നതറിയുമോ മുസ്ലിമേ? പ്രായമുള്ള ഉമ്മയെയോ ഉപ്പയെയോ നിനക്ക്
ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയാൽ അവരോട് നീ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇമ്മായ ബുലുവന്ന ഇൻദക്കൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ഒരു ഛേ എന്നുള്ള വാക്കിനു പകരം ഒരു വെറുപ്പും നീ അവരോട് പ്രകടിപ്പിക്കാൻ പാടില്ല. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ. ഒരു 10-90 വയസ്സ് പ്രായമുള്ള ഒരു ഉമ്മയാ, കിടന്ന കിടത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ഉമ്മ, എല്ലാം ചെയ്തു കൊടുക്കേണ്ട ഉമ്മ, ബാത്റൂമിൽ സ്വന്തം പോകാൻ പറ്റാത്ത ഉമ്മ, എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനത്തെ ഒരു ഉമ്മ 1-2 ദിവസമായി ഉമ്മക്ക് വയറ്റിന്ന് പോകുന്നില്ല. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, വയറ്റിന്ന് പോകാതെ ഉമ്മ ഇങ്ങനെ പ്രയാസപ്പെടുന്നു. തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തു. അവിടെ നമ്മൾ കിടത്തിയിട്ട് ചികിത്സ നടത്തി. ഉമ്മയുടെ വയറൊക്കെ വീർത്തിട്ടുണ്ട്. 1-2 ദിവസം ചികിത്സിച്ചപ്പോൾ ആ ചികിത്സയുടെ ഫലമായി ആ ഉമ്മാക്കൊന്ന് വയറ്റിന്ന് പോയി ബെഡില്. മോനെ, ആ വയറ്റിന്ന് പോയ സന്ദർഭത്തില് സുബ്ഹാനല്ലാഹ്, ഒരാഴ്ചയോളം വയറ്റിന്ന് പോകാത്ത നിന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മായുടെ വയറ്റിന്ന് പോയപ്പോൾ ഉണ്ടാകുന്നൊരു നാറ്റം, അതുകൊണ്ടുണ്ടാകുന്നൊരു വല്ലാത്ത വാസന, ആ വാസനയുള്ള കാഷ്ടവും മൂത്രവുമൊക്കെ നീ ഒരു പാത്രത്തിലാക്കിയിട്ട്, നീ ആ പാത്രത്തിൽ അതെല്ലാം ആക്കിയിട്ട് തൊട്ടടുത്ത ക്ലോസറ്റിൽ കൊണ്ടുപോയിട്ടൊഴിക്കുമ്പോൾ നിന്റെ മുഖത്ത് ഈ എന്തെങ്കിലും ഒരു നീരസം, ഒരു പ്രയാസം പ്രകടിപ്പിച്ചാൽ, നിനക്കൊരു വെറുപ്പ് തോന്നിയാൽ, ഒരു അറപ്പ് തോന്നിയാൽ, ഒരു പ്രയാസം തോന്നിയാൽ, നിന്റെ ഉമ്മാനോട് നീ ബാധ്യത നിർവഹിച്ചിട്ടില്ല, കടപ്പാട് നിർവഹിച്ചിട്ടില്ല, റബ്ബിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, അതിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നിനക്ക് വല്ലാത്തൊരു പ്രയാസം നിന്റെ മുഖത്ത് പ്രകടമായി കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നു, ആഖിർ സമാനിലെ മക്കളെ, ആർക്ക് കഴിയും ഉമ്മാക്ക് ഖിദ്മ ചെയ്യാൻ? ആർക്ക് കഴിയും ഉപ്പാക്ക് ഖിദ്മ ചെയ്യാൻ? ആർക്ക് കഴിയും തന്നെ പ്രിയപ്പെട്ട ഉമ്മ ചെയ്തിരിക്കുന്ന സേവനത്തിന് ഒരു പ്രത്യോപകാരം ചെയ്യാൻ? നീ ചെറിയ പൈതലായിരുന്നപ്പോഴ് നിനക്ക് വേണ്ടി എത്ര കല്യാണങ്ങളാ നിന്റെ ഉമ്മ ഉപേക്ഷിച്ചത്, എത്ര പെൻഷനുകളാ നിന്റെ ഉമ്മ ഉപേക്ഷിച്ചത്, എത്രയെത്ര ദിനരാത്രങ്ങളാ നിന്റെ ഉമ്മ ഉറക്കൊഴിച്ചത്. ഏതെങ്കിലും ഒരു സമയം നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മാർവിടത്തിൽ കൂടെയോ തന്റെ തോളിൽ കൂടെയോ നീ കാട്ടിക്കുകയോ മൂത്രിക്കുകയോ ചെയ്തിട്ട് ഒരറപ്പും നിന്റെ ഉമ്മ പ്രകടിപ്പിച്ചില്ലല്ലോ, ഒരു വെറുപ്പും നിന്റെ ഉമ്മ പ്രകടിപ്പിച്ചില്ലല്ലോ. ഒരു കല്യാണത്തിനോ തന്റെ കൂട്ടുകാരോടൊന്നിച്ച്, തന്റെ സ്നേഹിതകളോടൊന്നിച്ച്, തന്റെ ബന്ധുക്കളോടൊന്നിച്ച് ഒരു കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ അപ്പോഴും നിന്റെ ഉമ്മയുടെ മടിത്തട്ടിൽ നീയായിരുന്നു. നീ അതാ മടിത്തട്ടിൽ നിന്നുകൊണ്ട് മുലയൂട്ടുകയായിരുന്നു, നീ കുസൃതി കാണിക്കുകയായിരുന്നു. അങ്ങനെ മണിക്കൂറുകളോളം കാത്തു കെട്ടിക്കടന്ന് നിന്റെ ഉമ്മ സ്നേഹിതകളോടൊന്നിച്ച്, കൂട്ടുകാരോടും കൂട്ടുകാരികളോടൊന്നിച്ച് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നതാ. അങ്ങനെ നീ മടിയിൽ വെച്ചുകൊണ്ട്, നിന്നെ മടിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ പെട്ടെന്ന് നീ അങ്ങ് കാട്ടിച്ചതാ, നീ അങ്ങ് മൂത്രിച്ചതാ. അന്ന് പമ്പൈസിന്റെ ലോകമില്ലല്ലോ, അന്ന് പമ്പൈസ് ഇട്ട് കൊടുക്കുന്ന പരിപാടിയില്ലല്ലോ. അതെല്ലാം നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മറ്റ് വസ്ത്രത്തിലും ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും ശരീരത്തിലുമായപ്പോ നിന്റെ ഉമ്മ നിന്നെ വെറുത്തിട്ടില്ല, നിന്നെ താഴേക്കെറിഞ്ഞിട്ടില്ല, നിന്നെ ഒരിക്കലും മറപ്പോടുകൂടി കണ്ടിട്ടില്ല. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് വെള്ളത്തിന്റെ അരികിൽ ചെന്നുകൊണ്ട് കഴുകി വൃത്തിയാക്കി നിന്റെ നെറ്റിയിലും നിന്റെ കവിളത്തും രണ്ടു ഉമ്മ തന്നുകൊണ്ട്, ചുംബനം തന്നുകൊണ്ട് നിന്നെ സ്നേഹിച്ചതാ. ഈ ഉമ്മയെ
മറക്കാൻ നിനക്ക് പറ്റുമോ? അറപ്പാൻ നിനക്ക് പറ്റുമോ? അവഗണിക്കാൻ നിനക്ക് പറ്റുമോ? എത്ര ദിവസങ്ങളാ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ നിനക്ക് വേണ്ടി ഉറക്കമിളച്ചത്? നിന്റെ പ്രിയപ്പെട്ട ഉമ്മ പലപ്പോഴും നിന്നോട് കണക്ക് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഗർഭം ചുമന്ന കണക്ക് പറഞ്ഞിട്ടുണ്ട്, മലയൂട്ടിയ കണക്ക് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കണ്ണ് കഴുകി തന്ന കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിനക്കൊരു ഉപ്പയുണ്ട്, ഒന്നിനും കണക്ക് പറഞ്ഞിട്ടില്ല. നിനക്കുറക്കൊടിച്ചതിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല, നിനക്ക് ഹിദ്മ ചെയ്തതിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല, നിനക്ക് വേണ്ടി വിയർപ്പൊലിച്ചതിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ ഉപ്പയും ഉമ്മയും നിനക്കില്ലേ? ആ ഉമ്മയോടും ഉപ്പയോടും നീ മര്യാദക്കൊരു വാക്ക് പോലും പറയാതെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ. ഒരിക്കലും നിന്റെ മാതാപിതാക്കളോട് കയർത്തുകൊണ്ടൊരു കാര്യം നീ പറയരുത്. ഇന്ന കാര്യം ചെയ്യണമെന്ന് കണിശമായി പറയരുത്, ഇന്ന കാര്യം ചെയ്യരുത് എന്ന് കണിശമായി പറയരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. സ്നേഹത്തിന്റെ, മാന്യതയുടെ, ബഹുമാനത്തിന്റെ വാക്കുകളല്ലാതെ നിന്റെ ഉപ്പയോടും നിന്റെ ഉമ്മയോടും പറയല്ല. ഇത്രയും ശക്തമായ രൂപത്തിൽ ഖുർആൻ പഠിപ്പിച്ചിട്ട് ആ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിപരീതമായി എത്രയെത്ര ആളുകളാ സ്വന്തം പ്രിയപ്പെട്ട മക്കളുടെ, കയറി വരുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ, അല്ലെങ്കിൽ കയറി വന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഭാര്യയുടെ, അല്ലെങ്കിൽ തന്റെ പേരക്കുട്ടികളുടെ അതേ പരിഹാസങ്ങൾക്കും തന്റെ കുത്തുവാക്കുകൾക്കും തന്റെ ചൊൽപ്പടിക്ക് നിന്ന് കൊടുക്കേണ്ടി വരുന്ന കണ്ണുനീരും കൈയുമായിട്ട് കഴിയുന്ന എത്ര ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളുടെ അടയാളം തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമല്ലയോ ഇത്? ഖിയാമത്ത് നാളിന്റെ അടയാളമല്ല. ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്തുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട 10 അടയാളങ്ങളുടെ അടയാളം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട അടയാളങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും എന്നെ തൊട്ട് 100% സംതൃപ്തരാണ് എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ആളുകളുണ്ട്? എത്ര ആളുകളുണ്ട്? ഉമ്മ, ചിലരൊക്കെ ഉമ്മയോട് വലിയ താല്പര്യ, ഉപ്പയെ അറിയാതെ പോകുന്നു, ഉപ്പയുടെ സേവനങ്ങൾ അറിയാതെ പോകുന്നു, ഉപ്പയുടെ പ്രയാസങ്ങൾ അറിയാതെ പോകുന്നു, ഉപ്പയുടെ നൊമ്പരങ്ങൾ അറിയാതെ പോകുന്നു. ഒരിക്കലും കണക്ക് പറയാത്ത ആളാ ഉപ്പ. ഉമ്മമാര് ചിലപ്പോൾ കണക്കൊക്കെ പറയും. ഞാനാ നിന്നെ ഗർഭം ധരിച്ചത്, ഞാനാ നിന്നെ മലയൂട്ടിയത്, ഞാനാ നിന്നെ അങ്ങനെ വളർത്തിയത്. പക്ഷെ ഉപ്പമാര് പലപ്പോഴും അത് പറയാറില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മാറണം. മഹാനരായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പാഠം പഠിച്ച മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു തങ്ങൾ മക്കത്ത് മസ്ജിദുൽ ഹറാമിന്റെ സമീപത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളുണ്ട്, സ്വന്തം മാതാവിനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യും. ഉമ്മയെ ഇങ്ങനെ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുകയാണ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിന് തോന്നി, ഇത് വല്ലാത്തൊരു സാഹസം തന്നെ. സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയെ ചുമന്നുകൊണ്ടല്ലേ തവാഫ് ചെയ്യുന്നത്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എൻ്റെ ഉമ്മ എന്നെ 10 മാസം ഗർഭം ചുമന്നതിൻ്റെ പ്രതികാരമാവുകയില്ലേ, അതിന് പകരമാവുകയില്ലേ എൻ്റെ ഉമ്മയെ ഞാൻ ഈ ചുമന്നുകൊണ്ട് തവാഫ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അലിയാർ തങ്ങളെ മറുപടി, ഇല്ല,
നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ ഗർഭം ധരിച്ച സമയത്ത് ഒരിക്കലും എന്റെ മോൻ മരിക്കരുത് എന്ന ചിന്തയാണ്. എല്ലാ ഉമ്മമാരും ചിന്തിക്കും, ഞങ്ങൾ മരിക്കുന്നത് വരെ നിന്റെ മക്കൾ മരിക്കരുത്, മക്കൾക്കൊന്നും സംഭവിക്കരുത്. അതേ സമയത്ത് കൃത്യമായിട്ട് മക്കൾ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും ഖിദ്മ ചെയ്യുകയുമാണെങ്കിൽ തന്നെ ഒട്ടുമിക്ക മക്കളും ചിന്തിക്കുന്നത് നല്ല രൂപത്തിൽ മാതാപിതാക്കളെ ഒന്ന് മരിപ്പിക്കണേ, ബുദ്ധിമുട്ടുകളില്ലാതെ കഷ്ടപ്പാടുകളില്ലാതെ പ്രയാസപ്പെടുത്താതെ എൻ്റെ ഉപ്പാനെ ഉമ്മാനെ നല്ലപോലെ നോക്കിയിട്ട് ഒന്ന് മരിപ്പിക്കണേ. ഇതല്ലേ മക്കൾ ചിന്തിക്കുന്നത്. ഉമ്മ തിരിച്ചല്ലയോ? അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ കടപ്പാടാരോടാണെന്ന് ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞ മറുപടി, ഉമ്മുക്ക, നിന്റെ ഉമ്മയാ, പിന്നെയും ഉമ്മയാ, പിന്നെയും ഉമ്മയാ, പിന്നെ നിന്റെ ഉപ്പയാ. നാലാമത്തെ തവണയാണ് ഉപ്പ പോലും കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മമാരെ അവഗണിക്കരുത്, അവരെ പഴിക്കരുത്, അവരെ വെറുപ്പിക്കരുത്. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് മാതാപിതാക്കള് മക്കളെ കഷ്ടപ്പെടുത്തല്ല, മക്കളെ ദ്രോഹിക്കല്ല, മക്കളെ ദുൽമ് ചെയ്യല്ല. അവിടെയും ചിന്തിക്കണം. ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ തൻ്റെ മകൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതലായി വഴക്ക് പറയുകയോ ശിക്ഷിക്കുകയോ വേദനിപ്പിക്കുകയോ കഷ്ടപ്പെടുത്തുകയോ ചെയ്താൽ അതിൻ്റെ കണക്ക് തീർക്കാതെ ഒരു ഉമ്മയും ഒരു ഉപ്പയും പാലം കടക്കുകയില്ല. അവനവന്റെ മക്കളാണെന്ന് കരുതി, അവനവന്റെ ശിഷ്യന്മാരാണെന്ന് കരുതി, അവനവന്റെ അടിമകളാണെന്ന് കരുതി വേദനിപ്പിക്കാനോ അവരെ ചീത്ത പറയാനോ അവരെ പ്രയാസപ്പെടുത്താനോ തീരെ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ അവരോട് കാണിച്ചിരിക്കുന്ന ശിക്ഷയും അവരോട് ചെയ്തിരിക്കുന്നതായ അവരോട് ചെയ്തിട്ടുള്ള അതേ അവരോട് നീ ചെയ്തിട്ടുള്ള ആ പ്രതികാരം അവർ ചെയ്ത അനുസരണക്കേടിനേക്കാൾ കൂടുതലാണോ? അല്ലാഹുവിന്റെ മുമ്പിൽ ഖിസാസ് എടുക്കാതെ പകരം കൊടുക്കാതെ രക്ഷപ്പെടൂല. ചില മാതാപിതാക്കളുണ്ട് മക്കളെ വല്ലാതെ ദ്രോഹിക്കുന്നവർ, മക്കളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നവർ. അതേ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഭർത്താക്ക് ഒരു പുരുഷനാണെങ്കിൽ അവനും അവൻ്റെ ഭാര്യയും ഒന്ന് സന്തോഷിച്ചുകൊണ്ട് അതേ ആഹ്ലാദിച്ചുകൊണ്ട് അവരെ ജീവിതം പങ്കിടുന്നത് ഇഷ്ടപ്പെടാത്ത ചില ഉമ്മമാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ചില ഉപ്പമാരുണ്ട്. ചെയ്തു പോകല്ല, അവരെ കഷ്ടപ്പെടുത്തല്ല. അതും മാതാപിതാക്കളോട് പറയേണ്ടതാ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കൾക്കുള്ള നിർദ്ദേശമാണ്, നിങ്ങളോട് ചെയ്യുന്ന അക്രമത്തിന് പ്രതികാരം റബ്ബ് ചെയ്തോളും, നിങ്ങൾ പ്രതികരിക്കണ്ട. ഓ സഹോദരന്മാരെ, ഇങ്ങനെ ഖിയാമത്ത് നാളിന്റെ ഒന്നാമത്തെ അടയാളം ഇതുതന്നെയാണ്. അൻ തലിദൽ അമതു റബ്ബതഹാ.